ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. വരുൺ ആറ്റുവാശ്ശേരിയിലോട്ട് വന്നിട്ട് അവിടെ എല്ലാം ചുറ്റും നോക്കുവാണ് രാധികയെ. പക്ഷെ അവിടെ അങ്ങ് രാധികയെ കാണുന്നില്ല. വരുൺ നോക്കുമ്പോൾ കാണുന്നത് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സുകുമാരിയമ്മയാണ്. സുകുമാരിയമ്മ എന്താ ചെയ്യുന്നതെന്നിങ്ങനെ വരുൺ ഉറ്റു നോക്കുവാണ്. അപ്പോൾ സുകുമാരിയമ്മ പ്രാർത്ഥിക്കുക, ഈശ്വര, ഒരിക്കലും കണിമംഗലത്തുകാരി വിവാഹത്തിന് സമ്മതിക്കല്ലേ. രാധികയും വരുണും ഒന്നിച്ച് ജീവിക്കുന്നത് പരലോകത്തിരുന്ന് പോലും എൻ്റെ പ്രിയങ്കമ്മൾ സഹിക്കില്ല. നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് വരുൺ പെട്ടെന്ന് ഇറങ്ങി വന്ന് ആ പൂജാ റൂമിൻ്റെ ജനലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുവാണ്. സുകുമാരിയമ്മയാണെങ്കിൽ കണ്ണടച്ച് എന്തൊക്കെയോ പ്രാർത്ഥിക്കുവാണ്. ആ ജനലിൻ്റെ അരികിൽ നിൽക്കുന്ന വരുണിനെയോട്ട് കാണുന്നതുമില്ല. സുകുമാരിയമ്മയുടെ ആ പ്രാർത്ഥന കണ്ടിട്ട് വരുണിന് ചിരി വരുന്നുണ്ട്. വരുൺ പെട്ടെന്ന് അവിടെ അടുത്ത് നിൽക്കുന്ന ഒരു ചെമ്പരത്തിപ്പൂ പറിച്ച് ആ ജനലിൻ്റെ അരികിൽ കൂടെ സുകുമാരിയമ്മയുടെ ചെവിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. സുകുമാരിയമ്മ അത്രയ്ക്ക് ആഴത്തിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വരുൺ ചെമ്പരത്തിപ്പൂ വെച്ചതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ചെവിയിൽ ചെമ്പരത്തിപ്പൂവൊക്കെ വെച്ചുകൊണ്ട് സുകുമാരിയമ്മ കണ്ണടച്ചങ്ങ് പ്രാർത്ഥനയിലാണ്. അത് കണ്ടിട്ട് വരുണൊന്ന് തൊഴുത് പുഞ്ചിരിക്കുവാണ്. എന്തായാലും വട്ടായ എന്നുള്ളതിനൊരു തെളിവ് വേണമല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ് വരുൺ ചിരിക്കുവാണ്. എന്തായാലും ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ ഇവിടുന്ന് പോവുകയാണ്. പക്ഷേ സുകുമാരിയമ്മ ഇതൊന്നും അറിയാതെ ഭഗവാനെ അങ്ങ് കഠിനമായിട്ട് പ്രാർത്ഥിക്കുവാണ്. പുറത്തെല്ലാം വരുൺ രാധികയെ അന്വേഷിക്കുവാണ്. അങ്ങ് അകലെ മാറിയിരുന്നോണ്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് രാധിക. രാധിക അങ്ങനെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് വരുൺ പതുക്കെ ചെന്ന് രാധികയുടെ അടുത്തുമാറി ഇങ്ങനെ നിൽക്കുവാണ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ രാധിക വരുണിനെ കണ്ടിട്ട് വിശ്വസിക്കാനാകാതെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, അല്ല, ഇത് എപ്പോഴാ വന്നത്? ഞാൻ വന്നിട്ട് കുറേ നേരമായി. താൻ എന്തോ ഇത്ര വലുതായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, അച്ഛനും അമ്മയും കണിമംഗലത്തോട്ട് വന്നത് വരുൺ കണ്ടില്ലായിരുന്നോ? വരുൺ മുഖത്ത് കുറച്ച് സങ്കടത്തോടുകൂടി പറയുന്നു, ആ വന്നിരുന്നു, ഞാൻ കണ്ടു. വരുണിൻ്റെ മുഖത്ത് ആ സന്തോഷമില്ലായ്മ കണ്ടിട്ട് രാധികയ്ക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടായെന്ന്. രാധിക ഉടനെ ചോദിക്കുന്നു, എന്തു പറ്റി? അച്ഛനും അമ്മയും വന്ന് അവിടെ നമ്മുടെ വിവാഹക്കാര്യം സംസാരിച്ചില്ലേ? ആ, അവർ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നിങ്ങനെ വരുൺ പറയുമ്പോൾ രാധിക ചോദിക്കുന്നു, പക്ഷേ എന്ന് വെച്ചാൽ എന്താണ്? ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം എന്താണെന്നൊന്ന് പറയൂ വരുൺ. എടോ, തനിക്കറിയാവല്ലോ കണിമംഗലത്തെ അവസ്ഥ. നമ്മൾ ഒന്നിച്ച് ചേരുന്നത് എതിർക്കാൻ അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ. അച്ഛൻ വന്ന് നമ്മുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവിടെ എല്ലാവരും കിടന്ന് ബഹളം വെച്ചു. അങ്ങനെയൊന്നും നടത്താൻ പറ്റില്ലെന്ന് അവരെല്ലാവരും കൂടെ ചേർന്ന് തീർത്തു പറഞ്ഞു. വരുൺ അങ്ങനെ പറയുന്നത് കേട്ട് വിഷമത്തോടുകൂടി കണ്ണു നിറഞ്ഞു നിൽക്കുവാണ് രാധിക. സങ്കടത്തോടെ നിൽക്കുന്ന രാധികയെ വരുൺ അവൻ്റെ ഉള്ളിലെ ചിരി അടക്കി പിടിച്ച് അവനും നല്ല വിഷമത്തോടുകൂടി നോക്കുവാണ്. രാധിക സങ്കടത്തോടെ പറയാം, ഇതിങ്ങനെ വരുത്തുള്ളത് ഞാൻ അപ്പോഴേ പ്രതീക്ഷിച്ചതാണ്. ഞാൻ വല്ലാണ്ട് അങ്ങ് മോഹിച്ചു പോയതല്ലേ. ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ ഭഗവാനും എന്നെ മോഹിപ്പിച്ചു. ഇത് സത്യമാണോ മായയാണോ എന്ന് ഞാനൊരു1000 വട്ടം ആവർത്തിച്ച് ചോദിച്ചതാ. എന്നിട്ട് എനിക്ക് ഒരു മറുപടിയും തന്നില്ല. പറയുമ്പോഴെളുപ്പമാണ്. അനാഥയായ ഒരു പെണ്ണ് പടികടന്ന് വരുമ്പോൾ കണിമംഗലത്തുള്ള ഒരു പാരമ്പര്യം നോക്കില്ലേ, പിന്നെ കുടുംബമഹിമ നോക്കില്ലേ? അതിലെന്താ ഇത്ര തെറ്റ്? രാധിക ഇങ്ങനെ സങ്കടപ്പെടുന്ന കണ്ട് വരുണിന് ചിരി വരുന്നു. അപ്പോൾ രാധിക വരുണിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുവാണ്. വിഷമം അഭിനയിച്ച് നിൽക്കുന്ന വരുണിനോട് രാധിക പറയുന്നു, ഇപ്പോഴിത് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അച്ഛനും അമ്മയും വരുമ്പോൾ ഞാൻ അറിയുമായിരുന്നല്ലോ. ഓ, അവർ പറഞ്ഞറിയണ്ട, ഞാൻ തന്നെ വന്ന് പറഞ്ഞറിയണമെന്ന് കരുതി. കണ്ണുനീര് തുടച്ചുകൊണ്ട് രാധിക പറയുക, എൻ്റെ സങ്കടം കാണുമ്പോൾ വരുണിനൊരു സുഖം അല്ലേ? എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും എന്താ ഇങ്ങനെയായി പോയത്? എന്നേ എല്ലാം അവസാനിപ്പിക്കേണ്ടതായിരുന്നു. പ്രിയങ്ക ഇല്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ബാക്കിയുള്ള ജീവിതം ഞാൻ ഇനി അവർക്ക് വേണ്ടി ജീവിച്ച് തീർക്കട്ടെ. ഇനി വരുൺ പൊയ്ക്കോ. എന്തിനാ? ഞാൻ പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയാനാണോ? വരുൺ അങ്ങനെ പറയുമ്പോൾ രാധികയ്ക്ക് സങ്കടം അടക്കാൻ കഴിയുന്നില്ല. രാധിക അങ്ങ് പൊട്ടിക്കരയുവാണ്. വരുൺ അപ്പോഴവിടെ അടുത്ത് പോയി ഇങ്ങനെ ഉറ്റു നോക്കി നിൽക്കുവാണ്. അപ്പോൾ രാധിക പറയുക, വേണ്ട, എൻ്റെ അടുത്തോട്ടെങ്ങും വരണ്ട. നമ്മൾ തമ്മിൽ ഇനി സംസാരിക്കുകയും വേണ്ട. കണിമംഗലത്തെ അന്തസ്സിന് ചേർന്ന ഒരു പെൺകുട്ടിയെ അവരെല്ലാവരും കൂടെ ചേർന്ന് കണ്ടുപിടിച്ച് തരും. അങ്ങനെ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സുഖമായിട്ടങ്ങ് ജീവിക്കും. വരുൺ പെട്ടെന്ന് പറയുക, ആ പെൺകുട്ടിയെ കണ്ടെത്തി. അത് കേട്ടെന്ന് രാധിക അങ്ങ് ഞെട്ടിപ്പോയി. സങ്കടത്തോടെ വരുണിനെ ഇങ്ങനെ നോക്കുവാണ് രാധിക. വരുൺ പറയുക, അച്ഛനും അമ്മയും ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി വിവാഹം ഉറപ്പിക്കാനായിട്ട് പോകാനിരിക്കുവാണ്. വരുൺ അങ്ങനെ പറഞ്ഞത് കേട്ടോണ്ട് രാധിക കരഞ്ഞുകൊണ്ട് പറയാം, നന്നായി, നല്ല കുട്ടിയായിരിക്കും. വരുൺ പറയുക, നല്ല കുട്ടിയാ, പക്ഷെ അവളുടെ കുഴപ്പം എന്താണെന്നറിയാവോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. പോരാത്തിന് ഭഗവാനെ വിളിച്ച് സങ്കടവും പറയും. അത് കേട്ട് കണ്ണ് തള്ളിക്കൊണ്ട് രാധിക ഇങ്ങനെ വരുണിനെ നോക്കുവാണ്. വരുൺ പറയുക, ഇത്ര പൊട്ടിയായി പോയല്ലോ താൻ. എടോ, അച്ഛനും അമ്മയും ഇങ്ങോട്ടാ വരാൻ പോകുന്നത്. വരുൺ ഇങ്ങനെ പറഞ്ഞത് കേട്ട് രാധിക വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ്. അപ്പോൾ വരുൺ പറയുക,
എടോ, തന്നെ കണ്ട് വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും ഇങ്ങോട്ടാ വരാൻ പോകുന്നതെന്ന്. വേണ്ട, ചുമ്മാ അതൊന്നും പറയല്ലേ. വരുൺ പറയാ, സത്യവാടോ. അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ അവരെല്ലാവരുടെ കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിച്ചുകൊണ്ടിരിക്കുക. വരുണിൻ്റെ കയ്യിലോട്ടൊരു അടി വെച്ചു കൊടുത്തിട്ട് രാധിക പറയുന്നു, പിന്നെ എന്തിനാ എന്നോടിങ്ങനെ കള്ളം പറഞ്ഞത്? തൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അതിനുവേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനി കരഞ്ഞതൊക്കെ മതി. ഇനി കരഞ്ഞാലുണ്ടല്ലോ കൊല്ലും ഞാൻ എന്നും പറഞ്ഞ വരുൺ രാധികയുടെ കണ്ണുനീരൊക്കെ തുടയ്ക്കുവാണ്. ഓ, ഞാൻ വെറുതെ അങ്ങ് പേടിച്ചു. അത് കേട്ട് വരുൺ പറയാം, ഓ എത്ര ദൂരവാങ്ങ് ഓടിപ്പോയത്. പെണ്ണ് കാണുന്നു, കല്യാണം കഴിപ്പിക്കുന്നു, കണിമംഗലത്തിന്റെ പാരമ്പര്യം നോക്കുന്നു, ഒന്ന് ഞാനങ്ങ് വെച്ചു തന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞ വരുൺ ചുമ്മാതിങ്ങനെ രാധികയെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ രാധിക പറയുന്നു, അടിച്ചോ, എനിക്ക് തരാനുള്ളതേ അടിയൊന്നുമല്ല. അത് കേട്ടിട്ട് രാധിക ചോദിക്കുന്നത്, പിന്നെന്തുവാ? ഉടനെ വരുൺ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇങ്ങ് അടുത്ത് വാ എന്നും പറഞ്ഞ് വരുൺ രാധികയ്ക്ക് മുത്തം കൊടുക്കാൻ ഒരുങ്ങുവാണ്. പെട്ടെന്ന് രാധിക പുറമോട്ട് മാറുവാണ്. വരുൺ രാധികയുടെ കൈ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുവാണ്. രാധികയാണെങ്കിൽ ടെൻഷനോടി ചുറ്റുപാടൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് നോക്കുവാണ്. വരുൺ അവൻ്റെ പ്രണയത്തോടുകൂടി രാധികയെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ രാധിക വളരെ നാണത്തോടുകൂടി ഇങ്ങനെ നിൽക്കുവാണ്. വരുൺ സ്നേഹത്തോടെ തന്നെ രാധികയോട് പറയുന്നു, ഇനി നമ്മളെ രണ്ടുപേരെയും വേർപിരിക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല. നമ്മളിനി ഒന്നാ. അത് കേട്ട് രാധിക വരുണിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. ഈ സമയം സുകുമാരിയമ്മ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കളയാനായിട്ട് വരുമ്പോൾ സുകുമാരിയമ്മ കാണുന്നത് വരുണും രാധികയും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോഴും സുകുമാരിയമ്മയുടെ ചെവിയിൽ ചെമ്പരത്തിപ്പുണ്ട്. സുകുമാരിയമ്മയ്ക്ക് ദേഷ്യം സഹിക്കാൻ വയ്യ. രണ്ടിനെ എറിഞ്ഞ് കൊല്ലണമെന്നുള്ള ദേഷ്യത്തോടെ പെട്ടെന്ന് പാത്രം എടുത്ത് ഓങ്ങുന്നുണ്ട്. പക്ഷേ അത് വേണ്ടാന്ന് വെക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോൾ സുകുമാരിയമ്മ അവിടെ നിൽക്കുന്നത് വരുണൻ രാധികയോട്ട് കാണുന്നതുമില്ല. കണിമംഗലത്തിരുന്നുകൊണ്ട് തിരുമേനി പറയുന്നു, എന്നാൽ ഞാനിനി ഇറങ്ങട്ടെ. അപ്പോൾ ജയഭാരതി അമ്മ പറയുന്നു, എന്താ തിരുമേനി ഇത്? കുറച്ച് നേരം കൊണ്ട് ഇവിടെ ഇരുന്നാട്ടെ. മനസ്സിൽ പ്രയാസവും വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറച്ച് നാളുകൊണ്ട് ഇരിക്കുമല്ലായിരുന്നു. അതൊക്കെ അങ്ങ് പോട്ടെ എന്ന് പറയുന്ന കേട്ടുണ്ട് പരമേശ്വരൻ പറയുന്നു, അമ്മ പറയുന്നതിലും കാര്യമുണ്ട് തിരുമേനി. കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കുകയും വേണ്ടേ? അപ്പോൾ സൂര്യ ചോദിക്കുന്നു, മുത്തശ്ശി വരുൺ എവിടെ? മുത്തശ്ശി ഒന്ന് ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞ് അവൻ്റെ ചങ്ങാതി വിളിച്ചിട്ട് അവൻ അങ്ങോട്ട് പോയതാ. ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന കാരണവന്മാരല്ലേ, പിന്നെ എന്തിനാ എൻ്റെ ആവശ്യമെന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേട്ടിട്ട് കൽപ്പന പറയാം, കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൻ വിചാരിച്ച പോലെ ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നിന്നാലെന്താ, നിന്നില്ലെങ്കിൽ എന്താ? അപ്പോൾ യശോദ പറയുന്നു, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. പക്ഷെ പത്മിനി ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അത് കേട്ടിട്ട് പത്മിനി പറയുന്നു, ഞാനിതിൽ വിശേഷിച്ച് എന്താണ് പറയാനുള്ളത് യശോദേ? ഇവർ തമ്മിൽ കൈകൊടുക്കുന്ന ഒരു കാര്യം നമ്മൾ സന്തോഷത്തോടെ നടത്തുക, അതല്ലേ അതിന് വേണ്ടത്? പത്മിനി അങ്ങനെ പറഞ്ഞത് കേട്ട് ദേഷ്യത്തോടെ കൽപ്പനയും ഉർവശിയും അകത്തോട്ട് കയറി പോവുകയാണ്. അവരങ്ങനെ പോകുന്നത് അവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. സൂര്യ പരമേശ്വരനോട് ചോദിക്കുന്നു, അച്ഛാ, ഈ വിവാഹത്തിൻ്റെ കാര്യം എങ്ങനെയാ? ഒരു വലിയ ചടങ്ങായിട്ട് നടത്താനാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? വേണ്ട മോനെ, തിരുമേനിയുടെ ഈ അവസ്ഥയിൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെല്ലാവരും കൂടി ചേർന്നുള്ള ഒരു ചടങ്ങ്, എന്നാൽ ഒട്ടും കുറവ് വരുത്താനും പാടില്ല. അത് പോരെ തിരുമേനി എന്ന് ചോദിക്കുമ്പോൾ തന്ത്രി പറയുന്നു, ഞാൻ സത്യത്തിൽ ആലോചിച്ചത് കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ വെച്ച് ഒരു താലി കെട്ടി അവരൊന്നിച്ച് ജീവിച്ചോട്ടെ എന്നാണ്. പിന്നെ ആലോചിച്ചപ്പോൾ അത് മാത്രമാക്കണ്ട. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ശുഭകാര്യമല്ലേ, അതുകൊണ്ട് അത് ഇത്തിരി കൂടി അങ്ങ് നന്നായിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. പരമേശ്വരൻ പറയുവാണ്, തിരുമേനി എന്താണോ തീരുമാനിക്കുന്നത് അതിനോട് ഞങ്ങൾക്ക് പരിപൂർണ സമ്മതമാണ്. എന്താമ്മേ, അങ്ങനെയല്ലേ? ജയഭാരതി അമ്മ പറയുക, മനസ്സുകൊണ്ട് അവർ ഒന്നിച്ച് ജീവിക്കാൻ എന്നേ തീരുമാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മളൊന്ന് കൂട്ടിച്ചേർക്കണം, അത്രയേ ഉള്ളൂ. ഇത് കേട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ പത്മിനി മാത്രം നല്ല ടെൻഷനോടെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. പുറത്തോട്ട് വന്ന ഉർവശി കൽപ്പനയോട് ചോദിക്കുക, കൽപ്പനെ, ഏട്ടത്തിക്ക് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചില്ല അല്ലേ? ശരിയാ ചെറിയമ്മ, അമ്മയ്ക്കിത് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. പിന്നെ അച്ഛൻ അങ്ങനെ പറയുമ്പോൾ അമ്മ എതിർത്തൊന്നും പറയാത്തതാ. ഉടനെ ഉർവശി പറയാം, ഏട്ടത്തിക്ക് അങ്ങനെ ഒരു അനിഷ്ടം ഉണ്ടെങ്കിൽ അത് നമുക്കങ്ങ് ചുരണ്ടി പുറത്തോട്ട് എടുക്കണ്ടേ കൽപ്പനെ? അത് വേണം ചെറിയമ്മ. ഇക്കാര്യത്തിൽ ആകെയുള്ള ഒരു പ്രതീക്ഷ അമ്മയുടെ തീരുമാനമാണ്. അമ്മയ്ക്ക് വിവാഹത്തിൽ എതിർപ്പുണ്ടെങ്കിലേ നമുക്ക് അമ്മയെ വെച്ച് തന്നെ തടയണം. ഉർവശി പറയുക, രാധിക ഈ വീട്ടിൽ മരുമകളായിട്ട് വരുന്നത് എനിക്കങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇപ്പം തന്നെ ഈ വീട്ടിൽ അവളുടെ സ്ഥാനം നമ്മളെക്കാളൊക്കെ ഒരുപാട് മുകളിലാണ്. അപ്പോൾ പിന്നെ മരുമകളെന്ന അംഗീകാരം കൂടെ കിട്ടിയാലോ? അത് കേട്ട് കൽപ്പന പറയുക, ഇതെങ്ങനെയെങ്കിലും മുടക്കണം ചെറിയമ്മ. ഇന്ന് തന്നെ നമുക്ക് അമ്മയോട് സംസാരിക്കണം. ഈ സമയം വരുൺ രാധികയും ചേർത്ത് പിടിച്ച് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. തലകാല ബോധം വന്നതുപോലെ പെട്ടെന്ന് രാധിക ഞെട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അയ്യോ എന്താ ഇത്?
വരുൺ ചോദിക്കുന്നു, ഇതിനെന്താ കുഴപ്പം? ഇനി ആരെയാടോ പേടിക്കാനുള്ളത്? ഇനി ഇവിടെന്ന് മാത്രമല്ല, എനിക്ക് വേണമെന്ന് തോന്നുവാണെങ്കിലേ തന്നെയും പിടിച്ച് ആ റോഡിൽ പോയി നിൽക്കും. അയ്യടാ, അതിന് വേറെ ആളെ നോക്കിയാൽ മതി. കെട്ടിപ്പിടിച്ച് റോഡിൽ പോയി നിൽക്കാൻ എന്താ പോകുന്നില്ലേ? വരുൺ പറയാ, വയ്യടോ, എനിക്ക് പോകാനൊന്നും തോന്നുന്നില്ല. നമുക്ക് അകത്ത് പോയി ഇരുന്നാലാ? അയ്യടാ, നന്നായി. അകത്തോട്ട് ചെന്നാൽ മതി. അവിടെ ഹോളിലെ മുത്തശ്ശി ഇരിപ്പുണ്ട്. എന്നാലേ മുത്തശ്ശി ആ ഹോളിൽ തന്നെ അങ്ങ് ഇരിക്കട്ടെ. നമുക്ക് തൻ്റെ മുറിയിലോട്ട് പോയി ഇരുന്നാലോ? അയ്യടാ മോനെ, സൂത്രം കണ്ടോ? അച്ഛനും അമ്മയും ഇപ്പോൾ വരും. അവരുടെ ഇടയിൽ നിന്നും മുങ്ങി ഇവിടെ വന്ന് നിൽക്കുവാണെന്നറിഞ്ഞാലേ എന്തൊരു നാണക്കേടാ. വരും ചോദിക്കുക, എന്തൊരു നാണക്കേട്? ആർക്ക് നാണക്കേട്? എനിക്കാ നാണക്കേട്. മോനൊന്ന് പോകാൻ നോക്കിക്കേ. വരുണൊരു റൊമാൻസിലൊക്കെ ചോദിക്കുന്നു, പോണം എന്നും പറഞ്ഞ് രാധിക വരുണിൻ്റെ കവിളിലൊക്കെ പിടിച്ചിട്ട്, മോൻ പോകാൻ നോക്കിക്കേ, അച്ഛനും അമ്മയും ഇപ്പോൾ വരും, പ്ലീസ് ഒന്ന് പോകാൻ നോക്ക്, വാ എന്നും പറഞ്ഞ് രാധിക വരുണിൻ്റെ കയ്യെ പിടിച്ച് വലിക്കുമ്പോൾ വരുൺ പറയുക, കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇങ്ങനെ എന്നെ ആട്ടിപ്പായിക്കാനൊന്നും പറ്റില്ല. അപ്പോഴെനിക്ക് കൃത്യമായിട്ടുള്ള അവകാശമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. വരുണിൻ്റെ കവിളിൽ പിടിച്ചിട്ട് രാധിക പറയുക, അവകാശമൊക്കെ ഉള്ളപ്പോൾ ഞാൻ നോക്കിക്കോളാം. അതുവരെ ഇങ്ങനൊരു ചെറിയ അകലം ഉള്ളതേ വളരെ നല്ലതാണ്. എഴുന്നേറ്റ് പോകാൻ നോക്കിക്കേ എന്നും പറഞ്ഞ് വരുണിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാണ് രാധിക. വരുൺ അങ്ങനെ രാധികയെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുക, ഞാൻ കുറച്ചു നേരം കൂടെ ഇവിടെ നിൽക്കട്ടെ, ഞാൻ പോണോ? രാധികയെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ചുംബിക്കുവാണ് വരുൺ. നാണത്തോടുകൂടി രാധികയും അവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. ഈ സമയം അപ്പുറത്തൂടെ വന്ന സുകുമാരിയമ്മ വളരെ ദേഷ്യത്തോടുകൂടി അവരെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. സുകുമാരിയമ്മ അവിടെ നിൽക്കുന്നത് അറിയാതെ വരുണൻ രാധികയും അവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുവാണ്. പെട്ടെന്ന് രാധിക ഒന്ന് തിരിയുമ്പോൾ കാണുന്നത് സുകുമാരിയമ്മ അവിടെ ദേഷ്യത്തോടെ നിൽക്കുന്നതാണ്. രാധിക അത് കണ്ടങ്ങ് ഞെട്ടിപ്പോയി. സുകുമാരിയമ്മയെ കണ്ട ഭയത്തോടും രാധിക വരുണിനെ ഇങ്ങനെ തട്ടി വിളിച്ച് കാണിക്കുവാണ് സുകുമാരിയമ്മ. വരുൺ നോക്കുമ്പോൾ ചെമ്പരത്തിപ്പൂവും ചെവിയിൽ വെച്ച് നിൽക്കുന്ന സുകുമാരിയമ്മയാണ്. ആഹാ, കൊള്ളാവല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഒന്നും മനസ്സിലാകാതെ രാധിക ഇങ്ങനെ വരുണിനെ നോക്കുവാണ്. അപ്പോൾ വരുൺ കണ്ണുകൊണ്ടിങ്ങനെ കാണിക്കുന്നു സുകുമാരിയമ്മയുടെ ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ചിരിക്കുന്നത്. ചെമ്പരത്തിപ്പൂവും ചെവിയിൽ വെച്ചോണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന സുകുമാരിയമ്മയെ കണ്ടപ്പോൾ രാധികയ്ക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. രാധിക അങ്ങ് പൊട്ടിച്ചിരിക്കുവാണ്. അത് കണ്ടുകൊണ്ട് വരുണും ചിരിക്കുക. സുകുമാരിയമ്മയ്ക്ക് കാര്യം മനസ്സിലാകുന്നില്ല. എന്നെ കാണുമ്പോൾ പേടിച്ച് വിറച്ച് നിൽക്കുന്ന ഇവൾ എന്തിനാ എന്നെ കണ്ടോണ്ട് ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പോഴും സുകുമാരിയമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല ചെവിയിൽ ചെമ്പരത്തിപ്പൂ ഇരിക്കുന്നത്. സുകുമാരിയമ്മയെ കാണും തോറും രാധികയ്ക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് രാധിക വരുണിൻ്റെ മാറിലോട്ട് ചാഞ്ഞു നിന്നുകൊണ്ട് സുകുമാരിയമ്മയെ നോക്കി അങ്ങ് ചിരിക്കുവാണ്. സുകുമാരിയമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട്, എന്താണ് ഞഞ്ഞ ചിരിക്കുന്നത്? സുകുമാരിയമ്മ അങ്ങനെ പറയുന്നതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുണും രാധികയും സുകുമാരിയമ്മ കളിയാക്കി തന്നെ ചിരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കണിമംഗലത്തുനിന്ന് തന്ത്രിയും യശോദയും വരുമ്പോഴേക്കും ഈ സുകുമാരിയമ്മ എന്താണോ കാണിച്ചു വെക്കാൻ പോകുന്നത്, കളിയാക്കി ചിരിച്ചതിൻ്റെയും ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ചതിൻ്റെയും എല്ലാം പ്രതികാരം വീട്ടുമോ? അതോ ഇനി വിവാഹം മുടക്കാൻ വേണ്ടി പത്മിനിയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് ഉർവശിയും കൽപ്പനയും കളിക്കുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.